നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ തുമകുരുവിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തുമകുരുവിലുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് 10 ലക്ഷം രൂപ വില മതിക്കുന്ന വജ്രാഭരണങ്ങൾ മോഷണം പോയി. പക്ഷേ ആ മോഷണം നടത്തിയത് ഒരു മനുഷ്യനല്ല. ആരാണ് ആ മോഷണം നടത്തിയതെന്നല്ലേ? ഒരു എലിയാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് വിശദമായി തന്നെ നോക്കാം. കർണാടകയിലെ തുമകുരു നഗരത്തിലെ കാൽടെക്സ് സർക്കിളിന് സമീപമുള്ള വിശ്വാസ് എന്ന ജ്വല്ലറിയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. എല്ലാ ദിവസത്തെയും പോലെ കണക്ക് നോക്കി കട പൂട്ടി ജ്വല്ലറിയിലെ ജീവനക്കാർ പോയി. പിറ്റേന്ന് കട തുറക്കുന്നു. കട തുറന്ന് പരിശോധിച്ചപ്പോൾ 50 ഗ്രാമിലധികം വരുന്ന വജ്ര സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. കടയിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയതിൻ്റെയോ മോഷണം നടന്നതിൻ്റെയോ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. പക്ഷേ കടയിലേക്ക് ആരെങ്കിലും ആക്രമിച്ച് കയറുക അല്ലെങ്കിൽ മോഷണം നടത്തുക അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും CCTV ദൃശ്യങ്ങളുമില്ല. അതിൻ്റെ ലക്ഷണങ്ങളും ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന കാര്യത്തിലായി സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സംശയം ജീവനക്കാരിലേക്ക് നീങ്ങും. അങ്ങനത്തെ ഇനി ജീവനക്കാർ മോഷ്ടിച്ചതാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. കടയുടെ ഷട്ടറുകൾ തകർത്തിട്ടില്ല. അത് പൂട്ടിയിട്ട് എങ്ങനെ പോയി അത് അങ്ങനെ തന്നെ സേഫായിട്ടിരിക്കുകയാണ്. ആരെങ്കിലും അകത്ത് കയറിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. എന്നിട്ടും ഈ സ്വർണ്ണമാലകളും വജ്രമോതിരങ്ങളും കാണാതെ പോയിരിക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു ഇതെന്ന ആശങ്ക ചുറ്റും ഉയർന്നു. പിന്നാലെ ഇവർ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനു മുൻപ്, അതായത് പോലീസിൽ പരാതി പറയുന്നതിന് മുന്നേ തന്നെ CCTV ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കാമെന്ന് കരുതി. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കള്ളനെ കണ്ടുപിടിക്കാനായത്. ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നടുക്കമുണ്ടാകും. എലി വജ്രാഭരണങ്ങൾ മോഷ്ടിച്ചു എന്ന്. അതിനേക്കാൾ വലിയ നടുക്കമാണ് ആ ദൃശ്യങ്ങൾ കണ്ടവർക്കുണ്ടായത്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയായിരുന്നു. കാരണം ആഭരണങ്ങൾ ഓരോന്നായി ഒരു എലിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ആ എലി അത് എടുത്തുകൊണ്ട് പോകുന്നത് കാണാമായിരുന്നു. എലി ആഭരണങ്ങൾ തറയിലൂടെ വലിച്ച് അതിനെ മാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതായിരുന്നു. തുടർന്ന് കൂടുതൽ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ജീവനക്കാർ പരിശോധിക്കുന്നു. എലിയുടെ ചലനങ്ങൾ, അല്ലെങ്കിൽ എലി എങ്ങോട്ട് പോകുന്നു എന്നതടക്കമുള്ള നീക്കങ്ങൾ പിന്തുടർന്ന ജീവനക്കാർ ആ മാളം കണ്ടെത്തി. ഒടുവിൽ അത് കുഴിച്ചു, അത് പരിശോധിച്ചു. അവരുടെ പരിശ്രമം എന്തായാലും വിഫലമായില്ല. 10 മോതിരങ്ങളും 3 മാലകളും ഉൾപ്പെടെ കാണാതായ എല്ലാ ആഭരണങ്ങളും ആ മാളത്തിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്നാണ് ഈ റിപ്പോർട്ട്, കർണാടകയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. എന്തായാലും കടയുടമയ്ക്ക് ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ എലി അത് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്നതുകൊണ്ട് തന്നെ ആരാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയായി. എന്തായാലും ഒരു എലി, അതും ഒന്നെടുത്താൽ ഓക്കെ, ഇത് എല്ലാം ഒരു 10ഓളം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുന്ന സംഭവമാണ്. നമുക്ക് യുക്തിക്ക് അതീതമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരപ്പെടുമെങ്കിലും സംഭവം ഇങ്ങനെ എന്തായാലും അവസാനിച്ചിരിക്കുകയാണ്. എലിയുടെ വിചിത്രമായ CCTV ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ദൃശ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു കൗതുകത്തിനൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒന്നെടുത്തിട്ട് പോയാൽ നമുക്ക് എലി മോഷ്ടിച്ചു അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി എന്ന് പറയാം. പക്ഷേ ഇത് 10ഓളം ആഭരണങ്ങൾ, ഇങ്ങനെ 10 മോതിരങ്ങൾ 3 മാലകളൊക്കെ എലി ഇങ്ങനെ തുടരെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഒരു സംശയമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും തൽക്കാലം കേസ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതായി മാറിയിരിക്കുകയാണ്.